എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ അവിടെ വരെയായി. ക്രിസ്മസിന്റെ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു അടിപൊളിയായിട്ടുള്ള താറാവ് മപ്പാസ്. ഇതിനു മുൻപ് ഞാൻ ചിക്കൻ മപ്പാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷം മുൻപ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്നാൽ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എഗ് ടാർട്ട്. ഒരുപാട് പേര് കണ്ടിട്ടില്ല, കാണാത്തൊരു കാണാൻ മറക്കരുത്. അത് ഈസിയാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള താറാവ് മപ്പാസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മുറിച്ച് വാങ്ങിച്ച താറാവ് നന്നായിട്ട് വിനീഗറും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വാരാൻ വെക്കുക. വെള്ളം വാരാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ നാടൻ താറാവ് ഇവര് മരത്തിന്റെ മുട്ടിയമ്മൽ വെച്ച് മുറിക്കുമ്പോൾ ആ മരത്തിന്റെ കളറിങ്. അപ്പോൾ കുറച്ച് നെയ്യുള്ള ടൈപ്പ് താറാവാണ്. ഞാൻ തൊലിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുറിച്ചിരിക്കുന്ന താറാവിന് നമുക്ക് വെള്ളം വാലാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ താറാവിന്റെ പീസസിന്റെ വെയിറ്റ് 750 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ താറാവിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കണം കേട്ടോ, എന്നാലും അതിലോട്ട് നന്നായി പിടിക്കുള്ളേ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം നല്ല പൊടിച്ച കുരുമുളക്, 1 ടീസ്പൂണോളം വരുന്ന വിനീഗർ. ഇത്രയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഓപ്ഷനിലാണ്. പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. മിക്സിയിൽ 3 പച്ചമുളകായിട്ട് അരയില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് പൊടിച്ചത്. അമ്മ ഉണ്ടെങ്കിൽ അമ്മയിൽ ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരല്പം കറിവേപ്പില. അതിലോട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന താറാവിൻ്റെ പീസസ് ഇട്ട് കൊടുക്കും. നല്ല നാടൻ താറാവാണ്. അപ്പോൾ നാടൻ താറാവാകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഭാഗത്തേക്കും ഈ മഞ്ഞൾപ്പൊടി ഉപ്പും വിനീഗറും എല്ലാം കൂടി വരുന്ന രീതിയിലങ്ങ് മാരിനേറ്റ് ചെയ്തങ്ങ് അരമണിക്കൂറെങ്കിലും വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. മാരിനേഷൻ കഴിഞ്ഞ താറാവ് ഇങ്ങനെ ഇരിക്കും. ഡക്ക് മാരിനേറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലെ ചിലർ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് 2 ഏലക്കായ ചതച്ചത്, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, ഒരു പട്ട ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ചതച്ചതാണ്. ആ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചിടാൻ പറയുന്നത്. അവസാനം ഏലക്കായൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കറി കഴിക്കുമ്പോൾ ഏലക്കായ വയൽ പെട്ട് കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും പോകും. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് ഇടുന്നത്. അതേപോലെ തന്നെ ഒരു മീഡിയം ഇഞ്ചി നീളത്തിലരിഞ്ഞത്. 750 ഗ്രാം ഡക്കിൻ്റെ അളവാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില തൽക്കാലം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും കറിവേപ്പില വേണം. ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാളയും ചെറിയുള്ളി. ഇപ്പം ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട്. ഒരു സവാളയും ഒരു 10 ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളി ഒരു ചെറിയുള്ളിനെ 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. സവാള വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നല്ല ബ്രൗൺ കളർ ആവണം. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിതിലോട്ട് പച്ചമുളക്, ഇപ്പോൾ തൽക്കാലം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നാടനാണെങ്കിൽ ഒരു 4 പച്ചമുളക് മൊത്തത്തിൽ മതിയാവും. ഇതൊന്ന് വാടി വരുന്ന വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ വാടി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കണേ. തീ കുറച്ചതിന് ശേഷം ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. ഇനി പേരിന് വേണ്ടി മാത്രം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടി. നിങ്ങളുടെ അടുത്ത് പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ആദ്യം ചതച്ചിട്ടില്ലേ നമ്മൾ സ്പൈസസ്, ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 1/4 ടീസ്പൂൺ, ഞാനൊരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. ആദ്യം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ മപ്പാസിൽ.
നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തുമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ തീയിൽ 2 മിനിറ്റ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ആണെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരുപാട് ഇടണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കും. ഈ തക്കാളിയുടെ കാര്യം ഇങ്ങനെ ഇത് തന്നെയാണ്. തക്കാളി ചിലവർ ചേർക്കും, ചിലവർ ചേർക്കില്ല. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവസാനം വിനീഗറും ചേർക്കും, വേണമെന്നുണ്ടെങ്കിൽ പുളി നോക്കിയിട്ട്. ഇപ്പോൾ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ ഇത് വഴറ്റിയാൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ വേറെ പാനിൽ വഴറ്റിയിട്ട് കുക്കറിലോട്ട് ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കുക്കറിൽ തന്നെ എല്ലാം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ അത്യാവശ്യം തക്കാളി കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കറിലിടുമ്പോൾ കുക്കായിക്കോളും. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിനങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് കുക്കറിലോട്ട് മാറ്റാം കേട്ടോ. ഓരോ താറാവ് അനുസരിച്ചും അതിൻ്റെ കുക്കിംഗ് ടൈം മാറ്റം വരെ, കുക്കറിൻ്റെ വിസിൽ മാറ്റം വരും. ഒരു 3 വിസിൽ വെച്ച് നമുക്ക് നോക്കാം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യാം. നാടൻ താറാവായതുകൊണ്ട് എനിക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രോസൺ ആണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാട്ടോ, ഒരു മാറ്റവും ഇല്ല. മീഡിയം പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. നമ്മൾ തക്കാളിക്ക് പുളി കുറവായിരുന്നു, അതുകൊണ്ട് ഒരു അല്പം മാത്രം കേട്ടോ. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ അതിനനുസരിച്ച് വിനീഗറിൻ്റെ അളവ് കൂട്ടണേ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി 1/4 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാറ്റാം, നമ്മുടെ കുക്കറിലോട്ട് മാറ്റാം. നമുക്കൊരു 3 വിസിൽ വയ്ക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ. 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിടാം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം തുറക്കാം. അപ്പോൾ നമ്മുടെ താറാവ് നന്നായി കുക്കായിട്ടുണ്ട്. 3 വിസിലുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. 3 വിസിലൊക്കെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാടൻ താറാവ് കുറച്ച് മുറുക്കുള്ള താറാവാണെങ്കിൽ കുറേ അധികം സമയം കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന താറാവ് അനുസരിച്ച് കുക്കിംഗ് ടൈം നിശ്ചയിക്കണം കേട്ടോ. 3 വിസിലാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇരിക്കരുതേ. അപ്പോൾ നിങ്ങൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. മാംസം വിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു, അത് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പോളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് അതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ കഴിക്കാത്ത കാരണം അമ്മ നോക്കിയപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവസാനം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിൽ കുറച്ച് കശുവണ്ടി പേസ്റ്റ് ഒഴിക്കുകയാണ്. പക്ഷെ നിർബന്ധമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. കശുവണ്ടി പേസ്റ്റ്, അതായത് കാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യണം. നല്ലൊരു ഗ്രേവി നല്ല റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുന്നത്. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് തീ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യാൻ ഒരുപാട് തിളപ്പിക്കേണ്ട, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയോ കേട്ടോ. ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട തേങ്ങാപ്പാൽ ഒഴിക്കുക. 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും. നോക്കട്ടെ, മിക്സ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാൻ. ഇതിലോട്ട് നമുക്ക് ഉള്ളി താളിച്ച് ചേർക്കണേ. നന്നായി കുക്കായിട്ടുണ്ട് സംഭവം. ഞമ്മനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം മാത്രം ഗരം മസാല മിക്സ് ചെയ്യാം. ഇത് അപ്പം, ഇടിയപ്പം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പം, അതിൻ്റെ ബ്രെഡ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഉള്ളി കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കാം. ഉള്ളി താളിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നെയ്യ് താല്പര്യമില്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാവും. അതിലോട്ട് നമുക്കൊരു 4 ചെറിയുള്ളി വളരെ നൈസായി കരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഉള്ളി കറക്റ്റായിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പൊട്ട് തെറിഞ്ഞ്
നല്ല ഗോൾഡ് കളറായിട്ടുള്ള ഉള്ളി കറിവേപ്പിലയും കൂടെ അങ്ങ് നമ്മുടെ മപ്പാസിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ അമ്മയ്ക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ക്രിസ്മസിന്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അമ്മയുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് നമ്മുടെ താറാവ് റോസ്റ്റ്. അടിപൊളിയല്ലേ? താറാവിനൊരു മുറുക്കല്ലേ? അത് പിന്നെ നാടൻ താറാവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, അത് നാടൻ കോഴിയിലുണ്ട്. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അമ്മ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.